ഗായ്സ് ഗുഡ് ഈവനിങ് സുഹൃത്തുക്കളെ. അപ്പോൾ നമ്മുടെ വ്ലോഗ് സ്റ്റാർട്ട് ആവുന്നത് ഈവനിങ് ആണ്. നിങ്ങൾ ഈ വീഡിയോ കാണുന്നതും ഈവനിങ് ആയിരിക്കും. കറക്റ്റ് സമയം 6 മണി ഇല്ലേ? അപ്പൊ മൃദുലേ, ഇതൊക്കെ അഴിച്ചു മാറ്റാറായില്ലേ? ഇതില്ല, പുതിയ കാറ് വാങ്ങിച്ചിട്ടേ 1 വർഷം വരെ സീറ്റ് കവറില്ലാത്ത പ്ലാസ്റ്റിക് ഇളക്കാത്ത ആൾക്കാരുണ്ട്. ഉണ്ടല്ല, സീരിയസ് ആണ്, അങ്ങനെയുള്ള ആൾക്കാരുണ്ട് ഗൈസ്. എന്നിട്ട് ഞാൻ തന്നെ നമ്മള് കാർ വാങ്ങിച്ച മൃദുല പറഞ്ഞ് കവർ ഇപ്പോഴേ ഇളക്കണമെന്ന്. അങ്ങനത്തെ ആൾക്കാരുണ്ട്. അതേപോലെ അത് മാറ്റാം. അതെ, പാലാഴ്ച കഴിഞ്ഞ് ഇനിയിപ്പം ഫസ്റ്റ് ഡേയും കഴിഞ്ഞ് സെക്കൻഡ് ഡേയും ഇനി അത് കരിഞ്ഞ് ഇനി അതിനകത്ത് ഇതൊക്കെ തറയിൽ വീണ് ചവിട്ടി തേച്ച് പൂവിട്ട് ചവിട്ടി തേക്കുന്നതിനെക്കാട്ടി നല്ലത് ആവശ്യം കഴിഞ്ഞാൽ ഊരി കളഞ്ഞ് ഇനി ഇത് കൊണ്ടിട്ടാ വീണ് കളിക്കും. പണ്ട് നമ്മൾ ഈ അത്തമൊക്കെ ഇട്ടിട്ടേ ഇതിനകത്ത് സാധനം കൊണ്ടിട്ട് നമ്മൾ അയ്യത്ത് ബാക്കി പൂവെല്ലാം കൂടി കൊണ്ടിട്ട് അവിടെ കിടന്നത് കിളിക്കും കൈസ്. അങ്ങനെ കിളിക്കും കേട്ടോ. വേണമെങ്കിൽ ഒരു ഇതിന് വേണ്ടി അങ്ങോട്ടുണ്ട് ഇട്ടോ, അങ്ങോട്ടും ഇട്ടോ, അവിടെ നിന്ന് കിളിക്കട്ടെ. ചെടി വാങ്ങിണ്ടല്ലോ, ചെടി എന്തായാലും വാങ്ങിച്ചേ പറ്റത്തുള്ളൂ. ചെടിയൊന്നും വെച്ചില്ല ഇതിൽ ഇഷ്ടംപോലെ വിത്തുണ്ട്. വിത്തുണ്ട്, അതാ ഞാൻ പറഞ്ഞത്. ഗൈസ്, അപ്പം നമ്മളെല്ലാവരും വണ്ടി നമുക്ക് നമ്മൾ ഈ ഒരു ഫ്ലോട്ടിൽ നമ്മളെ വീട്ടിൽ നമുക്ക് ഏതാണ്ട് 2 വണ്ടി നല്ലോണം പാർക്ക് ചെയ്യാം. പിന്നെ ഈ ചെറിയ കാറാണെങ്കിൽ 3 വണ്ടി പാർക്ക് ചെയ്യുന്നത്. വെറുതെ ഇതേ കണക്കത്തെ കാറാണെങ്കിൽ 3 എണ്ണം പാർക്ക് ചെയ്യാം. പക്ഷെ ഇത് 7 സീറ്റർ ആയതുകൊണ്ട് നമുക്ക് ഇവിടെ ഇപ്പോൾ 2 എണ്ണം പാർക്ക് ചെയ്യാം. ഒരെണ്ണം നമുക്ക് കവേർഡ് കാർ പാർക്കിംഗ് ഒരെണ്ണം ഉണ്ട്. പിന്നെ അതേ സൈഡിൽ നമുക്ക് ഒരു വണ്ടി കൂടി പാർക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത്രയാണ് സ്പേസ് ഉള്ളത് കേട്ടോ. ഞാൻ ഷാരോടി ഫ്രണ്ടോട്ട് ഒരു വണ്ടി, അതാ ഞാൻ പറഞ്ഞ ചെറിയ വണ്ടിയാണെങ്കിൽ നമുക്കൊരു 3 വണ്ടിയും വലിയ വണ്ടിയാണെന്നുണ്ടെങ്കിൽ 2 വണ്ടിയും നമുക്ക് വീട്ടിൽ പാർക്ക് ചെയ്യാം. ഓക്കെ, നമുക്കൊരു ഷൂറാക്ക് വെക്കണം കേട്ടോ, അത്യാവശ്യമാണ്. ഷൂ താണ്ട വെളിയിൽ ഷൂറാക്ക് സൈഡിൽ വെക്കാം അല്ലേ. ഇപ്പോൾ ഷൂ ഇടണമെങ്കിൽ ചെരുപ്പില്ലാതെ അങ്ങ് സൈഡ് വരെ പോകണം. നല്ല ഐഡിയ. ആദ്യം നമ്മളെ വാഷിംഗ് മെഷീൻ നമ്മൾ ഇനാഗുറേഷൻ ചെയ്തില്ല. ഇല്ല, ഇനാഗുറേഷൻ ചെയ്യണ്ടേ? തുണി ഇഷ്ടം പോലെ ലോഡ് കണക്കിന് തുണിയാണ് കേസ് കഴിവുള്ളത്. നമ്മൾക്ക് വാഷിംഗ് മെഷീൻ സത്യം പറഞ്ഞാൽ വേറൊരു സെപ്പറേറ്റ് ഏരിയ വേണമായിരുന്നു കേസ് വാഷിംഗ് മെഷീൻ വെക്കാൻ വേണ്ടിയിട്ട്. എനിക്കിങ്ങനെ ഇതിനടിയിൽ വെക്കുന്നതിനോട് എനിക്ക് വലിയ താല്പര്യമില്ല. ഞാനല്ലാന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് വാങ്ങത്തില്ലായിരുന്നു, മാനുവലേ വാങ്ങത്തോളായിരുന്നു. കാരണം നമുക്ക് ഇവിടെ ആയതുകൊണ്ട് ഈ എടുത്തിടാനും അങ്ങോട്ടും ഇങ്ങോട്ടും ഡൈനിങ് ടേബിൾ അടുത്തായതുകൊണ്ട് മാനുവൽ വാങ്ങിച്ചു കഴിഞ്ഞാൽ മൊത്തം വെള്ളമാവും. ഇത് നമ്മുടെ ഈ സോപ്പ് പൊടിയുടെ ഒരു മണവും ഫുഡ് കഴിക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് നമുക്ക് ഇവിടെ കവർ ചെയ്താൽ എന്താന്ന് ആലോചിക്കുക. ഇല്ല മൃദുലേ, ബേബി വെയറിലാണ് ഇതിങ്ങനെ മാറ്റാൻ പറ്റും. റിഫ്രഷ്, ക്രാഡിൽ വാഷ്, ബൾക്കി. നമ്മളിപ്പോ ബേബി വെയറിലിട്ട് ആദ്യം ഫസ്റ്റ് തുടങ്ങാൻ മതി. ബേബി വെയർ ടൈം ഉണ്ട് 1.4 1.25 മണിക്കൂർ എടുക്കും. സ്റ്റീം ചെയ്ത് ഫുള്ള് പുഴുങ്ങി കഴുകി ഉണങ്ങി കിട്ടാൻ വിരിച്ചാൽ മതി. ഓക്കെ, ഇതിനകത്ത് നമുക്ക് ലിക്വിഡ് മാറിപ്പോവല്ലേ. ഇതിനകത്ത് കംഫർട്ട്, ഇതിനകത്ത് ലിക്വിഡ്. ഈ വെള്ളം എന്തിനാന്ന് ചോദിച്ചാൽ ഈ വാഷിംഗ് മെഷീൻ ക്ലീൻ ചെയ്യുന്ന ഒരു പൊടിയുണ്ട്, അത് നമ്മൾ വാങ്ങിച്ചിട്ടില്ല, വാങ്ങിക്കണം. അത് 3 മാസത്തിലൊരിക്കലോ 4 മാസത്തിലൊരിക്കലോ കഴുകാൻ വേണ്ടിയിട്ട്. അതെ, വെള്ളം നിറഞ്ഞിരിക്കുമ്പോ ചെന്ന് തുറക്കണം വെണ്ടയ്ക്കോട്ട്. പക്ഷെ അങ്ങനെ തുറക്കൂല കേട്ടോ, വെള്ളം പോയിട്ടേ തുറക്കും. തുണി പറക്കിയിട്ട് ഡയലോഗ് മതി. എടുത്തങ്ങ് എറിഞ്ഞു. ഇനി ഉണ്ടോ? ഒറ്റ ട്രിപ്പിന് കുറവായിട്ട് കഴിവാണ്. ക്ലോസ്. ഇനി നമുക്ക് ലിക്വിഡ് കംഫർട്ടാണ് ആദ്യം ഒഴിക്കുന്നത്. എന്തായാലും ഒഴിച്ചാലേ പറ്റൂ. ഇപ്പോഴേ ഇതിനകത്ത് കയറി നിൽക്കാൻ സ്ഥലമില്ല. നമ്മൾ കബോർഡ് ഇട്ട് കഴിഞ്ഞാലേ പണി കിട്ടും. അത്ര മതിയോ? അതിൽ ഇച്ചിരി തുണിയേ ഉള്ളൂ. നമ്മൾ തുണിയും കൂടെ അനുസരിച്ച് വേണം ഇടാൻ. സൗണ്ട് കേൾക്കും. അതെ, ആ ചേട്ടൻ വന്ന് പറഞ്ഞു തന്നപ്പോ എവിടായിരുന്നു? വെള്ളത്തിന്റെ ശബ്ദം കേൾക്കുന്നുണ്ട്. അതേതോ പല്ല് കരഞ്ഞ പോലത്തെ സൗണ്ട്. അമ്മയുടെ കിളിസൻ. എനിക്കാണെങ്കിൽ മറ്റേ അടിച്ച ചായ വേണം, തമിഴ്നാട്ടിലേക്ക് ടേസ്റ്റ് ഉള്ള ചായക്കട പോയി കുടിക്കാനാ. അമ്മ ചായക്കട പഠിക്കണോന്ന് അമ്മ അരിച്ചടിച്ചു തരാന്ന്. ചായ തന്നിട്ട് 2 അടിയും കൂടെ അടിച്ചാ പോലെ ചേട്ടാ. അങ്ങനെയല്ലേ?
സ്റ്റാർട്ട് ചെയ്ത് 1 മണിക്കൂറും 48 മിനിറ്റ്. ഇവിടെ കുത്തിയിരിക്കേണ്ട ആവശ്യമില്ല, അത് കഴുകിക്കോളൂ. ജോലിയൊന്നും പോയിരിക്കും, അത് കഴുകിക്കോളൂ. അതിനകത്ത് ഇരുന്നിന് കൊണാണ്ടർ ഇട്ടിട്ട് നശിപ്പിക്കരുത്, മാറിയിരിക്കും കൊണ്ടാണ് പോയി. നാണമില്ലല്ലോ, ഇത്ര ശരിയാക്കിയത് ഞാൻ ഇല്ലായിരുന്നെങ്കിൽ അത് ഓടത്തില്ലായിരുന്നു. ചായ കുടിച്ചിട്ട് പ്ലം കേക്ക് ഇരിപ്പുണ്ട്, പ്ലം കേക്ക് കട്ട് ചെയ്തില്ല. ഞാൻ ഇന്നലെ പോയപ്പോ പുതിയ കപ്പൊക്കെ വാങ്ങി, സാധനം വാങ്ങാൻ പോയപ്പോ ഒരാള് നോക്കിയപ്പോണ്ട് ഒരെണ്ണം കൊണ്ടെങ്കിൽ ഇറങ്ങുന്നു. അത്ര ഉള്ളതല്ലല്ലോ, ഇതിന്റെ തേടി പിടിച്ച് ഞാൻ ഒന്നുകൂടെ എടുത്തോണ്ട് വരും. വീഡിയോ എക്സ്പോർട്ട് ചെയ്തോണ്ടിരിക്കുക കേട്ടോ. അത് ഞാൻ എടുത്ത് വേറെ ഡിസൈൻ എടുത്തപ്പോഴായിരുന്നു. ഞാൻ നിന്നെ പോലെ അല്ലേ ചെയ്യും. ഒരാളെടുത്ത് അതിന് കോപ്പി അങ്ങ് അടിച്ചു പോകണം. കപ്പലാകുമ്പോ ഒരു ഒത്തൊരുമയൊക്കെ വേണ്ടേ? ഗപ്പളാ ആരൊക്കെ പൊക്കള് നമുക്ക് കല്ല് കിട്ടി. ഇത് കല്ലാണോ വേറെ? ഏട്ടാ കല്ല് തന്നെ ഏട്ടാ, കല്ലാണോ? നോക്കിയാലോ. എന്റെ പൊന്നെ, ഇത്രയും വലിയ കല്ലൊക്കെ ഇരിക്കും ഗൈസ് ഒരു പ്ലം കേക്കില്. നമുക്ക് കല്ല് ഗൈസ് ചത്തുവും. പരാതി കൊടുത്താലോ നമുക്ക്? ഏത് കമ്പനി? ഇതെന്താ ഇതിനകത്തിട്ട് എടുത്ത് ഒറ്റ ഏറിയാണ് കണ്ടാ? കല്ല കോർട്ടി പരാതി പോണ്ട കാര്യങ്ങളല്ലേ. അവര് നമുക്ക് നഷ്ടപരിഹാരം തരും. നമ്മള് പോട്ടെ നോക്കുക. പോയാനേ എന്റെ ഞാൻ ഒരു കടി അടിച്ച് നോക്കിയപ്പോ കടി കൊള്ളുന്നില്ല. അപ്പോൾ നമ്മളെ വീടൊക്കെ പാലാച്ചൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഓരോ ദിവസങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പം കുറേ കമൻസും കാര്യങ്ങളൊക്കെ വന്നു. നമ്മുടെ വീട്ടിൻ്റെ സോഫയും കർട്ടൻസും കാര്യങ്ങളൊക്കെ എവിടെ നിന്നാണ് ചെയ്തത് നമുക്കറിയില്ല. നമ്മളങ്ങനെ ഭയങ്കരമായിട്ടുള്ള എന്താ പറയുന്നത്, നമ്മളെ ബഡ്ജറ്റും കാര്യങ്ങളൊക്കെ അറിയാമല്ലോ. അപ്പോൾ നമുക്ക് സാധനം ക്വാളിറ്റി ആയിരിക്കണം, എന്നാൽ അത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിരിക്കണം. ആ ഒരു രീതിയിലാണ് ഞാൻ എൻ്റെ വീട്ടിൻ്റെ എല്ലാ ഒട്ടുമിക്ക പണികളും ഞാൻ ചെയ്തത് അങ്ങനെ തന്നെയാണ്. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള നല്ല ക്വാളിറ്റി എവിടെ കിട്ടും അത് നമ്മൾ തപ്പിയെടുത്ത് വാങ്ങിച്ചതാണ്. അപ്പം അതേ 2 പേരെ ഞാൻ പരിചയപ്പെടുത്തി തരാം. ഒന്ന് നമ്മുടെ ദുബായ് കർട്ടൻസ്. ചേട്ടാ പേര് പറഞ്ഞു? എൻ്റെ പേര് ജാഫർ. ചേട്ടാ? ഷമീം. ഗുഡ് ലുക്ക് മോഡുലാർ ഫ്രം സർ. അതെ. അപ്പം ഇവർ 2 പേരുമാണ്. ഈ ചേട്ടനാണ് നമ്മുടെ കർട്ടൻ ചെയ്തു തന്നതും. അതെ, ഈ ചേട്ടനാണ് നമ്മുടെ ഡൈനിങ് ടേബിള്, നമ്മുടെ സോഫയും കാര്യങ്ങളും എല്ലാം ചെയ്തു തന്നതും. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ വീടിനകത്തോട്ട് കയറാം. വീടിനകത്തോട്ട് കയറിയിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ ഹാളിൽ വന്നിട്ടുണ്ട്. അപ്പം ഈ ഒരു ഹാള് നേരത്തെ എങ്ങനെയായിരുന്നെന്ന് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. ഞാനിത് ഫുൾ അവർക്ക് വിട്ടുകൊടുത്തിരിക്കുകയായിരുന്നു. എന്ന് വെച്ചാൽ ഞാൻ ഇതിൻ്റെ കളർ തീം അവർ ഒരുപാട് വീട് ചെയ്യുന്നതുകൊണ്ട് തന്നെ ചിലപ്പോൾ നമ്മൾ പറയുന്ന കളർ ചിലപ്പോൾ ഇട്ട് വരുമ്പോൾ അതൊരു വൃത്തികേടായിരിക്കും. അപ്പം അതുകൊണ്ട് ചേട്ടൻ പറഞ്ഞ ഇത് സൂപ്പറായിരിക്കും, ഈ ഒരു സോഫയ്ക്ക് ഈ ഒരു കർട്ടനായിരിക്കും മാച്ചിങ്. അപ്പം അത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ ബോധ്യപ്പെടും. അത്യാവശ്യം നല്ലൊരു കളർ കോമ്പിനേഷനിൽ തന്നെ എനിക്ക് ചെയ്തു തന്നു. നമ്മൾ പറഞ്ഞ സോഫ നമ്മൾ കോഫി ബ്രൗണിലാണ് പറഞ്ഞത്, ഇല്ലേടാ? കോഫി ബ്രൗണിനാണ്. അപ്പം അതേ മെറ്റീരിയലൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. നമ്മളിത് സൂഡ് മെറ്റീരിയലാണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. ഇൻസൈഡ് കംപ്ലീറ്റ് ഫ്രെയിം കംപ്ലീറ്റ് ചെയ്തിരിക്കുന്ന വുഡിലാണ്. പിന്നെ പോക്കറ്റ് സ്പ്രിങ്, ലാറ്റക്സ് ഫീൽ എന്ന് പറയുന്ന ഫോമാണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. സൂപ്പർ സോഫ്റ്റി. ബാക്ക് ഉപയോഗിച്ചിരിക്കുന്ന റെക്രോണാണ്. ഇവിടെയൊക്കെ നല്ല സപ്പോർട്ടാണ്. ഒരു 10 വർഷം ഉപയോഗിച്ചാലും ഇതൊന്നും ഒരു കംപ്ലൈന്റോ കാര്യങ്ങളോ ഉണ്ടാവത്തില്ല. നമ്മളവിടെ ഫാക്ടറിയിൽ വന്നിട്ടുണ്ടായിരുന്നല്ലോ, അവിടെ പല സെറ്റുകളും കണ്ടായിരുന്നു. ഒരുപാട് വർക്ക് ചെയ്യുന്ന കണ്ടിട്ടുണ്ട്, പല ആൾക്കാർക്കും ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. അപ്പോൾ എൻ്റെ അടുത്ത് പിന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഈ ഒരു ക്വാളിറ്റി കിട്ടണം. ഇതെന്നിട്ട് എങ്ങനെയുണ്ട്? ആ ഒരു ക്വാളിറ്റി അടിപൊളിയായിട്ടുണ്ടായിരുന്നു. ഈ പറയുന്ന രീതിക്ക് തന്നെ നമ്മൾ ആ സാധനം ചെയ്തു കൊടുക്കുക. അതാണ് നമ്മളുടെ ഒരു ചേട്ടന് ഓണായിട്ട് ഫാക്ടറി ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളിപ്പം പലരും ഇപ്പോൾ ഒരുപാട് പേര് ഇപ്പം കടകളിൽ നിന്ന് വാങ്ങുന്നതിന് കണക്ക് തന്നെ ഇപ്പം ഇങ്ങനെ വന്നു അവരവരുടെ ഇഷ്ടത്തിന് ഇപ്പോൾ കസ്റ്റമൈസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതേപോലെ നിങ്ങൾക്കും ഒരു കസ്റ്റമൈസ് നിങ്ങളുടെ മൈൻഡിൽ ആ ഒരു ഐഡിയ ഉണ്ടെന്നുണ്ടെങ്കിൽ ചേട്ടനെ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇനി നിങ്ങൾക്ക് വർക്ക് ചെയ്യുന്നത് കാണണം, ഏതൊക്കെ മെറ്റീരിയലാണ് ഉപയോഗിക്കുന്നത് കാണണം എന്നതൊക്കെ നിങ്ങൾക്ക് ഡയറക്റ്റ് പോയി നിന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പം ഞാൻ അവിടെ പോയിട്ടാണ് ഞാൻ ഈ ഒരു സാധനം സെലക്ട് ചെയ്തത്. ചേട്ടൻ്റെ ഒരുപാട് കാറ്റലോഗ്സ് ഉണ്ട്, ഒരുപാട് കളർ തീമുണ്ട്. അപ്പം അതെല്ലാം നമുക്ക് അവിടെ ചെന്നിട്ട് നമുക്ക് പരിചയപ്പെട്ട് നമുക്ക് ഇഷ്ടപ്പെട്ടത് നമുക്ക് ഇവിടുന്ന് ബുക്ക് ചെയ്തുകൊണ്ട് വരാം, അല്ലേ? ഞാൻ പറഞ്ഞില്ല, ഞാൻ പോയിട്ട് എനിക്കൊരു 5ാമത്തെ ദിവസം എനിക്ക് സാധനം എൻ്റെ വീട്ടിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ലാസ്റ്റ് നിമിഷത്തിലാണ് ഞാൻ പോയത്. ഇതിന് മുമ്പ് സാധനം റെഡി ആയിരുന്നു, പക്ഷെ നമ്മളിവിടെ പൊടിയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഞാൻ പറഞ്ഞ് ഹോൾഡ് ചെയ്തു, ഇതൊന്ന് വീട് വൃത്തിയാക്കിയതിന് ശേഷം അകത്ത് കയറ്റിയാൽ മതി എന്ന് പറഞ്ഞു. അപ്പം അടുത്ത് നമുക്ക് കർട്ടനിലോട്ട് പോകാം. ചേട്ടൻ്റെ ഷോപ്പുണ്ട്, ദുബായ് കർട്ടൻസ്, കണ്ണനല്ലൂരാണ്. നമ്മൾ അവിടെയും പോയിട്ടുണ്ടായിരുന്നു. അവിടെ പോയിട്ട് അതേപോലെ നമ്മൾ കാറ്റലോഗ്സ് ഒക്കെ കണ്ട് കസ്റ്റം ചെയ്ത് ഞാൻ വേറൊരു കളർ പറഞ്ഞു. അപ്പോൾ ചേട്ടൻ പറഞ്ഞു, ഡേയ് അത് ശരിയാവത്തില്ല, ഈ സാധനമാണ് ശരിയാവത്തുള്ളൂ, നീ ഇത് ഇട്ട് നോക്ക്, അപ്പോഴേ പൊളിയാവത്തുള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ വേറെ ഏതോ കളറല്ലേ പറഞ്ഞത്? അതെ, വേറെ കളറായിരുന്നു. പക്ഷേ നമ്മൾ സമീപിച്ചത് ബ്ലൈൻഡ്സ് എന്ന് സംഭവമായിട്ടായിരുന്നു വന്നത്. അപ്പം നമ്മൾ വീട് വന്ന് കാട്ടെന്ന് പറഞ്ഞു. വീട് കണ്ടപ്പോഴത്തേ നമ്മളെ പ്ലാൻ മാറി. നമുക്ക് ഇപ്പോൾ ഒരു പ്രീമിയം ടച്ചിൽ തന്നെ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ആ രീതിയിൽ ഈ വീടിന് ചേരുന്ന
ഒരു തീം നമ്മൾ കണ്ടെത്തി നമ്മള് ചെയ്ത് കൊടുത്ത്. നമ്മള് വീടൊന്നും വെക്കണില്ലല്ലോ ഗൈസ്. ഞാൻ ചേട്ടനടുത്ത് പറഞ്ഞു ഇവിടൊക്കെ ബ്ലൈൻഡ്സ് മതിയെന്നാ. ബ്ലൈൻഡ്സ് വന്നിരുന്നെങ്കിൽ എന്ത് വൃത്തികേടായെന്നല്ലേ. കാരണം നമുക്ക് അറിയത്തില്ല, കാരണം നമുക്ക് എനിക്കതിനെ പറ്റി അറിയത്തില്ല. വീഡിയോ കാണുന്നവർക്ക് അറിയായിരിക്കും, ഞാൻ അതുകൊണ്ടല്ല പറയുന്നത്. ഇപ്പൊ എനിക്ക് വീടിനെ പറ്റിയോ വീട് വെക്കുന്നതിനെ പറ്റിയോ ഒന്നും എനിക്ക് അറിയത്തില്ല. അപ്പൊ ഞാൻ ഇവിടൊക്കെ ബ്ലൈൻഡ്സ് ഇടാന്ന് പറഞ്ഞിരുന്നത്. ചേട്ടൻ പറയുന്നത് ഭയങ്കര വൃത്തികേടായിരിക്കും ലിവിങ് ഏരിയയിലൊക്കെ ബ്ലൈൻഡ്സ് ഇടുന്നത്. അവിടെ അങ്ങനത്തെ പ്രീമിയം റിപ്പിൾ കർട്ടനും ഷിയർ ലിനന്റെ ഇത് തന്നെ ഇട്ടാൽ മതി, ഇതേ ചേരത്തോളൂ, നല്ലതായിരിക്കും. പക്ഷെ അതേപോലെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. നമ്മുടെ മെയിൻ ഹൈലൈറ്റ് നമ്മുടെ ഹാളാണ്. എനിക്കറിയില്ല, എനിക്ക് ഹാൾ ഇത്രയും സ്പേസ് ഉള്ളതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു ഹാൾ അടിപൊളിയാക്കി തന്ന 2 പേർക്കും ഒരുപാട് നന്ദി. ഈ ആക്ഷൻ, ഈ ഒരു സംഭവം കിട്ടുന്നതെന്ന് പറഞ്ഞാൽ അതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയലിൻ്റെ ക്വാളിറ്റിയാണ്. അപ്പോൾ ആ രീതിയിൽ ഇപ്പോൾ എങ്ങനെയാണ് ഒരാൾ പറയുന്നത്, ഒരു കസ്റ്റമർ എങ്ങനെയാണ് പറയുന്നത്, അതിനനുസരിച്ച് തീർച്ചയായിട്ടും നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും. സോഫ്റ്റ്നെസ് എത്ര വേണോ, ശരിയാണ്. നമ്മൾ പലയിടത്തും പോകുമ്പോൾ ഹാർഡാവും. അതാണ് ക്വാളിറ്റി. അതായത് ഇതിന് ABCD എന്ന് പറയുന്ന കണക്ക് പല ക്വാളിറ്റി ഉണ്ട്. പിന്നെ ഡൈനിങ് ടേബിളും നമുക്ക് ചേട്ടൻ തന്നെയാണ് സെറ്റ് ചെയ്ത് തന്നിരിക്കുന്നത്. അപ്പോൾ ഫർണിച്ചർ അത് പറഞ്ഞ രീതിയിലല്ലേ, അതിൽ ബാക്ക് സൈഡ് അതൊക്കെ പറഞ്ഞ രീതിയിൽ ആണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതാണ് ഞാൻ പറയുന്നത്, ഒരു സുഹൃത്തുക്കളാണ്. അപ്പോൾ നിങ്ങളിപ്പം വീട്ടിലോട്ട് നിങ്ങൾ പുതിയ വീട് വെച്ചുകൊണ്ടിരിക്കുകയാണെങ്കിലോ വീട് വെക്കാൻ പ്ലാൻ ഉണ്ടെങ്കിലോ ഇൻറ്റീരിയർക്ക് ചെയ്യാൻ പ്ലാൻ ഉണ്ടെങ്കിലോ ഇവരെ കോൺടാക്ട് ചെയ്താൽ മതി. കാരണം അവർ വന്ന് ഇപ്പം ഷോപ്പിൽ തന്നെ പോകണമെന്നില്ല, അവർ വീട്ടിൽ വന്ന്, എനിക്ക് അങ്ങനെ ആയിരുന്നു കേട്ടോ. എനിക്ക് ഡയറക്റ്റ് ഒരു വീട്ടിൽ വന്നിട്ട് അളവ് എടുത്തുകൊണ്ട് പോയിട്ട് നമുക്ക് പിന്നെ നമ്മൾ ഇഷ്ടാനുസരം നമുക്ക് വേണമെങ്കിൽ കാറ്റലോഗ് വാട്സപ്പിൽ അയച്ചു കൊടുക്കാം അല്ലേ, വാട്സപ്പിൽ അയച്ചു കൊടുക്കുക. അപ്പോൾ നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് നിങ്ങളെ എങ്ങനെയാണ് നിങ്ങളെ തീം അനുസരിച്ച് അവരടുത്ത് പറഞ്ഞാൽ മതി. അവരത് നമ്മൾ പോയി നോക്കുന്നതിനൊക്കെ എക്സ്ട്രാ ചാർജ് ഒന്നും ഇല്ല. എവിടെയായാലും നമ്മൾ വന്ന് വീട് കണ്ട് നോക്കി അതിന്റെ പ്ലാൻ ചെയ്തായിരിക്കും ചെയ്തു കൊടുക്കുന്നത്. സർവീസ് ഫ്രീ ആണ്. ഇപ്പോൾ ഒരാളടുത്ത് പോയിട്ട് ഇതേ കണക്ക് അളവെടുത്ത് അവർക്ക് ബഡ്ജറ്റിൽ അത് ഒതുങ്ങുന്നില്ല എന്ന് പറഞ്ഞാൽ അവർക്ക് ഫ്രീ സർവീസാണ്. അതിന് പ്രത്യേകം ക്യാഷോ കാര്യങ്ങളോ ഒന്നുമില്ല. അവർക്ക് വേണമെങ്കിൽ എടുക്കാം. എൻ്റെ ഈ സോഫയ്ക്ക് എത്ര നാളെ വാറണ്ടി? പിന്നെ 10 year വാറണ്ടിയാണ് ഒരു സോഫയ്ക്ക് കൊടുക്കുന്നത്. പിന്നെ ഈ ഹൈ പ്രീമിയം ക്വാളിറ്റി ഉള്ളതുണ്ട്, ലെതർ അങ്ങനെയുള്ളതൊക്കെ ഉണ്ട്. ഇമ്പോർട്ട് ചെയ്യുന്ന മെറ്റീരിയൽ അതൊക്കെ ലൈഫ് ലോങ് വാറണ്ടി ഉള്ള മെറ്റീരിയൽ ഉണ്ട്. എങ്കിലും ഇതിനകത്ത് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ലൈഫ് ലോങ് വാറണ്ടി ഉള്ള മെറ്റീരിയലാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ ഒരു 10 വർഷം ആകുമ്പോഴത്തേക്കും ക്ലോത്തിനൊക്കെ നമുക്കത് റീസെറ്റിംഗ് ചെയ്യാം. ഞങ്ങൾ തന്നെ അത് റീസെറ്റ് ചെയ്ത് കറക്റ്റ് ചെയ്ത് തരും. ഇപ്പോൾ നമ്മുടെ കർട്ടനും സോഫയും ചെയ്തത് 2 ചേട്ടന്മാരാണ്. ചേട്ടന്മാരുടെ ഷോപ്പിൻ്റെ ലൊക്കേഷനും ബാക്കി ഡീറ്റെയിൽസ് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് വീട് വെക്കാനോ അല്ലെങ്കിൽ പണി കിടക്കുന്നവരോ എന്തോ ആയിക്കോട്ടെ നിങ്ങൾക്ക് ധൈര്യമായിട്ട് കോൺടാക്ട് ചെയ്യാം. എനിക്ക് എന്തായാലും ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ്, ഹാപ്പിയാണ്. മൃദുലയ്ക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. മൃദുല അകത്തുണ്ട് കേട്ടോ, കുഞ്ഞ് ഭയങ്കര കരച്ചിലാണ്, അതുകൊണ്ടാണ് മൃദുല വരാത്തത്. അപ്പോൾ അതാണ്. അപ്പോൾ എന്തായാലും ഒരുപാട് നന്ദി കേട്ടോ. അപ്പം നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് വിളിക്കുമ്പോൾ നല്ല ഡിസ്കൗണ്ടിൽ, ഓക്കെ, അപ്പം നിങ്ങൾ വിളിക്കുമ്പോൾ നല്ല ഡിസ്കൗണ്ടിൽ ചെയ്ത് കൊടുക്കണം. ഓക്കെ, കർട്ടൻസ് അതിപ്പോൾ നമുക്ക് എവിടെ ആണെങ്കിലും പോയി ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം എൻ്റെ ഇത് ഇട്ടിട്ടുണ്ട്. ഇത് മാത്രമല്ല, ഒരുപാട് കാറ്റലോഗ്സ് അവരുണ്ട്. പിന്നെ ചേട്ടൻ വാൾപേപ്പർ ഒരുപാട് ഇല്ല. ഇന്ത്യയിൽ വർക്കുമായിട്ടുള്ള എന്തും ധൈര്യമായിട്ട് അവർ 2 പേരും ബന്ധപ്പെട്ടാൽ മതി. താങ്ക് യു സോ മച്ച്. താങ്ക് യു. അപ്പം ഞാൻ അവരുടെ കോൺടാക്ട് നമ്പറും കാര്യങ്ങളൊക്കെ താഴെ കൊടുത്തേക്കാം. അപ്പോൾ ഷോപ്പിൻ്റെ ലൊക്കേഷൻ ഇവർ 2 പേരുടെ ഷോപ്പ് അടുത്തടുത്താട്ടോ. നിങ്ങൾക്ക് ഒരാളുടെ ഷോപ്പിൽ പോയിട്ട് പിന്നെ തൊട്ടടുത്ത ആളെ പോയാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് 2 സോഫയും കർട്ടനും സെറ്റാക്കിക്കൊണ്ട് ഇനി വരാം. അപ്പം കൊല്ലത്താണ് ഷോപ്പ്. നിങ്ങൾക്ക് ഡയറക്റ്റ്ലി കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അവർ വന്ന് അളവെടുത്ത് ബാക്കി കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് തരും. ഹലോ ഗൈസ്, ഞാൻ ഇന്ന് സീറ്റിന്റെ പുറകില. അതെന്തുവാ? അതല്ല, ഞാനേ വ്ലോഗ് എടുത്തപ്പോ ഒരാൾ കൂളിംഗ് ഗ്ലാസ് ഊരി വെച്ചാ എന്താ ഇട് പനി കണ്ണിന്റെ പ്രൊട്ടക്ഷന് വേണ്ടിട്ടാ, ലുക്കിന് വേണ്ടിട്ടല്ല. ലുക്കിന് വേണ്ടിട്ടല്ല. ഇങ്ങോട്ട് നോക്കിയാണ് ഇങ്ങനെ അടുത്ത് വെച്ച് കണ്ണിൽ ഇങ്ങനെ വൈഡ് വെച്ച് നോക്കുമ്പോ ഒരുമാതിരി ഇരിക്കും. ദൂരെ നോക്കുമ്പോ ഭയങ്കര നൈസാ. സൗണ്ട് ഒക്കെ മാറിയല്ല. വീണ്ടും അതങ്ങനെ 16 AC ഇട്ട് കഴിഞ്ഞാൽ പിന്നെ മനുഷ്യന് 26 ഞാൻ എടുത്തോളൂ. ഫസ്റ്റ് ഞാൻ 16 AC ഇടുന്ന ചൂടെടുക്കുന്ന പറഞ്ഞ് മനുഷ്യനെ കൊല്ലാൻ വേണ്ടി AC ഇട്ടിട്ട്. ഗൈസ്, ഇന്ന് ഹോസ്പിറ്റലിൽ വന്ന് 45-ന് എടുക്കേണ്ട കുത്തിയപ്പോ നമ്മൾ 55-നാണ് എടുത്തത്. കുഞ്ഞിന് പനിയുള്ളതുകൊണ്ടോ ഡേറ്റ് ആയത്? കുഞ്ഞിന് ചെറിയൊരു മൂക്കൊലിപ്പുണ്ടായിരുന്നു. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അവർ എടുക്കത്തില്ല. അന്ന് മൂക്കിലൊഴിക്കാൻ മരുന്നൊക്കെ തന്നായിരുന്നു. ഇപ്പൊ മാറി, കുഴപ്പമില്ല. പക്ഷെ 3 ഇഞ്ചക്ഷൻ അവൻ കരഞ്ഞു. തൊടയിൽ 2 കാലിലും 1 കൈയിലും. പിന്നെ തുള്ളിമരുന്ന് കൊടുത്തു വായിലൊഴിക്കാൻ വേണ്ടിയിട്ട്. ഇടത്തെ കാലോ ഏതൊരു കാലെടുത്തപ്പോൾ പറഞ്ഞു പനി വരും. പിന്നെ 6 മണിക്കൂർ കൂടുമ്പോൾ പാരസെറ്റമോളിന്റെ മരുന്ന് കൊടുക്കാൻ പറഞ്ഞു, 2 ml വെച്ച്. അയ്യോ, പിന്നെ എനിക്ക് കുറെ മരുന്ന് തന്നു, കുഴപ്പമൊന്നുമില്ല. എന്നാലും കുറച്ച് ബ്ലഡ് ടെസ്റ്റ് ഉണ്ട്, വന്നില്ല. ലിവർ ഫാറ്റിന്റെ ഒക്കെ ഉള്ളതുകൊണ്ട് ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ട് പിന്നെ ഇനി അത് മെഡിക്കൽ ഗാസ്ട്രോയെ കൊണ്ട് കാണിക്കണം. ഇന്ന് ഇച്ചിരി ഓടി കേട്ടോ. എങ്ങനാ ഞങ്ങൾ ഉറങ്ങിയില്ല, ഏട്ട ഉറങ്ങിയില്ലേ? ഏട്ട ഉറങ്ങിയത് 3-4 മണിക്കാ. ഞങ്ങൾ അത് കഴിഞ്ഞ് ഉറങ്ങിയില്ല.
ഞാൻ പറഞ്ഞേ ഏട്ട ഉറങ്ങിയത് 3 മണി. 2 ദിവസത്തേക്ക് ഉറങ്ങത്തില്ല. ഒരാൾക്ക് വേദന ഉറങ്ങത്തില്ല, കരച്ചിലായിരിക്കും. ഭയങ്കര കരച്ചിലായിരിക്കും. അത് നമ്മൾ എത്ര മണിക്കാകുമ്പോ ഉറങ്ങി? 4-5 മണിയെങ്ങാണ്ടായി. എന്തോ ഒരു കരച്ചിലായിരുന്നു. എടുത്തു വെച്ചാ മാറും. സാധാരണ എടുത്തു വെച്ചാൽ നടന്നാലും കുറെ. ഇന്നലെ അതും ഇല്ല. ഇന്നലെ പിന്നെ ഗ്യാസ് കിട്ടാന്ന് പറയാം. ഇനിയിപ്പൊ ഈ ഇഞ്ചക്ഷൻ എടുത്തേണ്ടത് ഇന്ന് രാത്രി ഇനി എന്തുമായിരിക്കും എന്തോ. ഇപ്പൊ രാത്രി മുട്ടക്കറി ചപ്പാത്തി. ചപ്പാത്തി. ഇത് തവയിലാണ് നീ ചപ്പാത്തി ചുട്ടതില്ലേ? അതെ. മുട്ടക്കറിയുടെ കളർ നോക്കി. ചൂട് 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 ചൂട്. ഓ, അവിടെ ഒരാളെ സമ്മതിക്കുന്നില്ല. നിന്റെ ഉള്ളിക്കറിയാണ്? അതെ, ചെറുക്കൻ ഭയങ്കര കരച്ചില്ല കേട്ടാ. നിന്റെ ഉള്ളിക്കറിയാണോ? ഉള്ളിക്കറി അമ്മയുടെ. അമ്മയുടെയാണോ? ചപ്പാത്തി നല്ല കളർഫുൾ കറി കേട്ടോ. ചപ്പാത്തിയും തേയിലുള്ള മാത്രമേ ഉള്ളൂ എൻ്റെ. മതി മതി. വായി നോക്കിയിരിക്കുന്ന കഴിയടി. ഏട്ടൻ എങ്ങനെയുണ്ടെന്ന് അഭിപ്രായം പറഞ്ഞിട്ട് എനിക്ക് കഴിക്കാൻ വേണ്ടിട്ടാ. അടിപൊളി. സീരിയസ്ലി ഉള്ളിക്കറി സൂപ്പർ. പൊളി. അമ്മ ഉള്ളിക്കറി കൊള്ളാന്ന്. അപ്പോ വാഷിംഗ് മെഷീൻ എങ്ങനെ ഉണ്ടായിരുന്നു? വാഷിംഗ് മെഷീനൊക്കെ അടിപൊളി. ഇപ്പൊ പണിയൊന്നുമില്ല, കൊണ്ടിടുക, 15 മിനിറ്റ് കഴിയുമ്പോ അല്ലെങ്കിൽ സമയം കഴിയുമ്പോ എടുക്കുക, ഇരിക്കുക. അല്ല, നല്ല 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 സംഭവം കേട്ടോ. സാധാരണ ഈ ചുരുങ്ങി കൂടത്തില്ല മെഷീൻ വാഷ് കഴിയുമ്പോ വല്ല തുണിയൊക്കെ ഇങ്ങനെ. പക്ഷെ അങ്ങനെ അവര് പറയുന്നതൊക്കെ ഉണങ്ങി അങ്ങനൊന്നും പറ്റത്തൊന്നുമില്ല. ശകല നനവൊക്കെ ഉണ്ട്, നമ്മളിട്ട് ഉണക്കണം. പക്ഷെ വാഷിംഗ് ക്വാളിറ്റി ഉണ്ട് കേട്ടോ. നല്ല അത്യാവശ്യം നല്ലുണ്ട്. നല്ല ടൈം എടുക്കുന്നുണ്ട്, നല്ല ടൈം എടുക്കുന്നുണ്ട്. അതുപോലെ ഭയങ്കര മറ്റേ വാഷിംഗ് മെഷീൻ കണക്ക് ഭയങ്കര സൗണ്ട് ഒന്നും ഇല്ല, ഭയങ്കര സൈലന്റ് ആണ് സാധനം. പിന്നെ ചെറിയ നനവൊക്കെ ഉണ്ട് കേട്ടോ, ശകല ഒരു നനവുണ്ട്. അത് നമ്മൾ കിട്ടൂല. യാ ഗൈസ്, അപ്പം എന്തായാലും നമ്മളെ സോഫയും കാര്യങ്ങളൊക്കെ സെറ്റ് അല്ലേ ഗൈസ്? എനിക്ക് ഏറ്റവും ഇഷ്ടം സോഫയാണ്. ഇവിടെയാണ് കിടത്തേ. സത്യം പറഞ്ഞാൽ TV ഒന്നും കാണാൻ സമയം കിട്ടുന്നില്ലെങ്കിൽ പോലും ഇവിടെ വന്ന് കൂടെ കിടന്ന് ഉറങ്ങാറുണ്ട്. ഞായറിനോടെ കെട്ടി നിർത്തിയാറുണ്ട്. അപ്പൊ എന്തായാലും ഗൈസ്, ഈ ഒരു വ്ലോഗ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പൊ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ ഗൈസ്, അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ ഗൈസ്. അപ്പം ഇല്ലേ ഗൈസ്, നമ്മുടെ ഈ ഒരു വർഷം അടിപൊളിയായിരുന്നു. അപ്പൊ ഗൈസ്, നമ്മുടെ ന്യൂ ഇയർ വീഡിയോ ഇതേ പുറകെ വരുന്നുണ്ട്. കിട്ടിലൊരു വീഡിയോ ആണ് സുഹൃത്തുക്കളെ, ഇല്ലേ? അത് നമുക്ക് നാളെ കാണാം. അപ്പം എല്ലാവർക്കും വൺസ് അഗൈൻ അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ. അപ്പം എല്ലാവരും അടുത്ത വർഷം അടിപൊളിയാവട്ടെ എല്ലാവരുടെയും. ഓൾ ദ വെരി ബെസ്റ്റ് ഗൈസ്. അപ്പൊ എന്ന് പറഞ്ഞുകൊണ്ട് അപ്പൊ ഈ ഒരു വീഡിയോ വെച്ച് മൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പൊ ഹോപ്പ് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിലുള്ള കാണുന്നവരെ ബൈ.